കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിന് കൂടുതൽ വിദ്യാർത്ഥികൾ ഇരയായിട്ടുണ്ടെന്ന് പോലീസ് അന്വേഷിക്കും. ഇതിന്റെ ഭാഗമായി കോളേജ് ഹോസ്റ്റലിലെ കൂടുതൽ വിദ്യാർത്ഥികളിൽ നിന്നും പോലീസ് മൊഴിയെടുക്കും. സംഭവത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് സമാന്തര അന്വേഷണം നടത്തുന്നുണ്ട്. സനോജ് സുരേന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായി ചേരുകയാണ്. സനോജ്, അതായത് ഭാഗങ്ങളിൽ അടക്കം ക്രൂരമായ രീതിയിൽ ആക്രമണം നടത്തിയതാണ് ഈ റാഗിങ്. അങ്ങനെയാണ് ഇത് യഥാർത്ഥത്തിൽ കുപ്രസിദ്ധിയായത്. ഈ കൂടുതൽ വിദ്യാർത്ഥികളെയും ഇത്തരത്തിൽ ഇതേ സംഘം റാഗിങ്ങിന് ഇരയാക്കിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായിട്ടും അജിംഷാദ്, സമാനതകളില്ലാത്ത അതിക്രൂരമായ റാഗിങ്ങാണ് കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ നടന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിപുലമായ അന്വേഷണം നടത്താനാണ് പോലീസിൻ്റെ തീരുമാനം. ഗാന്ധിനഗർ CI ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രിൻസിപ്പലിന് പരാതി ലഭിക്കുകയും ആ പരാതി പ്രിൻസിപ്പൽ രേഖാമൂലം തന്നെ ഗാന്ധിനഗർ പോലീസിന് കൈമാറുകയും ചെയ്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിപുലമായ അന്വേഷണം. കാരണം ഇത്രയും ക്രൂരമായ പീഡനം കഴിഞ്ഞ 3 മാസക്കാലത്തിലേറെയായി വിദ്യാർത്ഥികൾ നേരിട്ടിട്ടും അവർ വീട്ടിലോ അല്ലെങ്കിൽ അധ്യാപകരോടോ അല്ലെങ്കിൽ ആൻറ്റി റാഗിങ് പോലുള്ള അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിലോ അവരുടെ പരാതികൾ പറയാൻ തയ്യാറായില്ല. അവർ ബോധപൂർവം മറച്ചു വെച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളത് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നുണ്ട്. ആ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വിദ്യാർത്ഥികൾ നൽകിയ മൊഴി പ്രകാരം ഈ സീനിയർ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ ജൂനിയർ വിദ്യാർത്ഥികളായിട്ടുള്ള 1ാം വർഷ വിദ്യാർത്ഥികളോട് ഇത് പുറത്ത് ആരോടെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുമെന്നുള്ള ഭീഷണി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവർ പറയാതിരുന്നത്. ഇതിൽ ഒരു വിദ്യാർത്ഥി മാത്രമാണ് വീട്ടിൽ പറയുന്നത്, മാതാപിതാക്കളോട് ഈ കാര്യങ്ങൾ പറയുന്നത്. അവർ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് പ്രിൻസിപ്പളുടെ നേതൃത്വത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയത്. അങ്ങനെ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ പോലീസിലേക്ക് ഈ പരാതി കൈമാറുന്നത്. പിന്നീട് പോലീസ് ഈ 3ാം വർഷ വിദ്യാർത്ഥികളുടെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന ചില ദൃശ്യങ്ങൾ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ, അതായത് പുറത്തു പറയാൻ ഭയപ്പെടുന്ന നിരവധി വിദ്യാർത്ഥികൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്. കാരണം പലരും പേടിച്ച ഈ കാര്യം പുറത്ത് ആരോടും പറഞ്ഞിരുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ ഈ പിടിയിലായിട്ടുള്ള 5 പ്രതികൾ റിമാൻഡിൽ കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതിയുമായി രംഗത്ത് വരുമെന്നുള്ള ഒരു ധാരണയിലാണ് പോലീസ് ഉള്ളത്. അത് ഇന്ന് കൂടുതൽ വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് 1ാം വർഷ വിദ്യാർത്ഥികളായിട്ടുള്ള പല ആളുകളിൽ നിന്നും പോലീസ് മൊഴിയെടുക്കും. അതുപോലെ തന്നെ സമാന്തരമായ ഒരു അന്വേഷണം മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്, നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. വിദ്യാർത്ഥികളിൽ നിന്നും അടിയന്തരമായ റിപ്പോർട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. അജിംഷാദ്. ശരി സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.